നമ്മളെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് വന്നു. ഞാനൊരു 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫാണ്. അങ്ങനെ നമ്മുടെ പഴം വേകാൻ വെച്ച് പഴം വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു മാവ് റെഡിയാക്കി എടുക്കാം. അതിനിതേ മൈദ മാവാണ്, അത് കുറച്ചിട്ട് കൊടുക്കാം. അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. കുറച്ച് മഞ്ഞപ്പൊടി, ഒരു നുള്ളി ഈസ്റ്റ്, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടിയായിട്ടൊന്ന് കലക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് മാറ്റി വെക്കാം കേട്ടോ. പഴം നമ്മൾ ഉടച്ച് നല്ല റെഡിയാക്കി എടുത്തതാ. കുറച്ച് മൈദാമാവ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാമേ. എല്ലാം കൂടി നമുക്കൊന്നും കൂടി കുഴയ്ക്കാം. നമ്മളിതാ ഈ ഒരു പരുവത്തിലാണ് ഇത് കുഴച്ച് റെഡിയാക്കി എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ ബീഫ് നല്ല വരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ എണ്ണ ചൂടായെന്ന് നോക്കാം. എല്ലാവരും പഴംപൊരി വേറെ ഉണ്ടാക്കും, ബീഫ് വേറെ ഉണ്ടാക്കും. ഞാൻ പഴത്തിനകത്ത് തന്നെ ബീഫ് വെച്ച് നിറച്ചുണ്ടാക്കിയതാണ്. ഇതിന് പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ.